നമസ്കാരം. ഇതൊരു എസ്റ്റിലോയാണ്. വാർണിംഗ് ലൈറ്റ് കത്തി വന്നതാണ്. നമ്മളത് STT വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് കണ്ടത് അതിൻ്റെ O2 സെൻസർ കംപ്ലൈൻ്റ് ആണ്. അങ്ങനെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളത് മാറണം. അതിന് 2800 രൂപ 3000 വില ഉള്ളൂ. ഇത് STTക്ക് അത് O2 സെൻസർ കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ടോ? കണ്ടോ? ഇനി ഇത് ഈ കാണിക്കുന്നതാണ് O2 സെൻസർ. ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. കണ്ടോ? ഈ O2 സെൻസറാണ് കംപ്ലൈൻറ്റ് കാണിക്കുന്നത്. ആ O2 സെൻസർ മാറണം. ഇത് നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനം പുതിയതാണ്. ഈ തൊട്ട് ഇപ്പുറത്തിരിക്കുന്നത് പഴയ O2 സെൻസർ. കണ്ടോ? ഇത് പഴയത്. ഈ O2 സെൻസർ കംപ്ലൈൻറ്റ് വന്നാൽ നമ്മൾ ആ സെക്കൻഡ് അങ്ങ് മാറിക്കോണം. കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ ഈ O2 സെൻസർ കംപ്ലൈൻറ്റ് വന്നാൽ ഇത് കൊടുക്കുന്ന സിഗ്നൽ വരെ തെറ്റായിരിക്കും. ഇത് കൊടുക്കുന്ന തെറ്റായ സിഗ്നൽ ECM കൊടുത്താൽ ECM തെറ്റായ രീതിയിൽ കൂടുതൽ ഫ്യൂൽ കൺസ്യൂം ചെയ്താലുള്ള പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ മൈലേജ് കിട്ടാതെ വരും വാഹനത്തിന്. പിന്നെ O2 സെൻസർ കംപ്ലൈൻറ്റ് വന്നാൽ ഫ്യൂൽ എഫിഷ്യൻസി കിട്ടില്ല, പൊല്യൂഷൻ കൂടുതൽ വരും, വാഹനത്തിൻ്റെ പുള്ളിംഗ് ലെസ് വരും. ഇങ്ങനെ ഒത്തിരി കംപ്ലൈൻറ്റ് വളരെ സാധ്യത കൂടുതലാണ്. അങ്ങനെ കംപ്ലൈൻറ്റ് വന്നാൽ നമ്മൾ എത്രയും വേഗം അത് മാറ്റിയേ പറ്റൂ. അത് മാറിക്കഴിഞ്ഞപ്പോൾ ആ ലൈറ്റ് കെട്ടുന്നുണ്ടോ, ആ സിഗ്നൽ കെട്ട്. ഇനി നമുക്ക് വാഹനം ഓടിച്ചിട്ട് കൊണ്ടുപോകാം.